ഗായ്സ്, വെഹിക്കിളാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. നാളെ വിഷുവാണ്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു ഉള്ളിലേക്കായിട്ടുള്ള ഒരു ഏരിയയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അധികം തണുപ്പില്ല, നല്ല വെയിലുണ്ട്. മഴക്കാറ് ചെറുതായിട്ടുണ്ടെങ്കിലും മഴ പെയ്യും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഇന്ന് കുറച്ചധികം മോഡലുകൾ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ UK-യിലൊക്കെ വൈകിട്ട് നേരെ വൈകിട്ട് സൺസെറ്റ് ആവാറുള്ളത്. അതായത് രാത്രി ഒരു 8 മണിക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സൺസെറ്റ് ആവാറുള്ളത്. നമ്മുടെ വെഹിക്കിളാണ്ടിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒക്ടോബറിൽ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ നമ്മൾ തുടർന്നും ഇത്തരത്തിൽ കുറച്ച് വീഡിയോസ് കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ വൈകാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വണ്ടികളൊക്കെ ഇഷ്ടമുള്ളവരെന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്ന് ഏതൊക്കെ മോഡലാണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് നിസാൻ്റെ ഒരു മൈക്രയാണ് പോകുന്നത്. അതിൻ്റെ ശേഷം ഒരു റേഞ്ച് റോവർ ഇവോക്ക് നമ്മൾ കണ്ടു. അവിടെ ഈ സൈഡിൽ മെഴ്സിഡീസിൻ്റെ ഒരു C-Class ഉണ്ട്, AMG. അപ്പുറത്തൊരു റേഞ്ച് റോവർ, പിന്നെ ഫിയറ്റിൻ്റെ ഒരു മോഡൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, മരങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്, സ്പ്രിങ്ങൊക്കെ ആയിട്ട് നല്ല രസമാണ് UK-യിൽ ഇപ്പോൾ. എന്താ ഇപ്പോഴത്തെ നമുക്കൊരു 2 സാന്റാഫെ കാണാം. പിന്നെ MG-യുടെ ഒരു മോഡൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു SUV ടൈപ്പ് മോഡലാണ്. അതിൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് എടുക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സെയിം ആ ഒരു മോഡൽ സ്വിഫ്റ്റാണ് എടുക്കുന്നത്. ഫോർഡിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞ മോഡൽ അപ്പുറത്ത് എടുക്കുന്നുണ്ട്. ഇവിടെ ഫോക്സ് വാഗൻ്റെ ഒരു വാൻ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ മരങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ. കണ്ടില്ലേ, ഇതുപോലെ ഭയങ്കര രസമാണ് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഹോണ്ടയുടെ ഒരു മോഡൽ എടുത്തിട്ട് ജാസാണോ എന്നൊരു സംശയം, അറിയില്ല, കുറച്ച് പഴയതാണ്. അവിടെ സ്കോഡയുടെ ഒരു SUV ടൈപ്പ് മോഡൽ. ഇവിടെ ഡേസിയ ഡസ്റ്റർ, നമ്മുടെ നാട്ടിൽ റൈനോ ഡസ്റ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ ഡേസിയ ഡസ്റ്ററാണ്. അപ്പുറത്തൊരു സിവിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഫോർഡ് K3 ഡോർ ഒരു മോഡൽ, ടൊയോട്ട അവേഴ്സ്, അതൊരു ഹൈബ്രിഡ് മോഡലാണ്. ഇതതിൻ്റെ തന്നെ ഒരു എസ്റ്റേറ്റ് ടൈപ്പ് ടാക്സിയൊക്കെ ഏറ്റവും ഓടിക്കുന്ന ഒരു മോഡലാണ് അത് എടുക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് മോഡൽ എടുക്കുന്നുണ്ട്. CHR, ഷവർലെ, BMW, അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മെഴ്സിഡീസിൻ്റെ ഒരു A-Class എടുക്കുന്നുണ്ട്, ടൊയോട്ട ഐഗോ, പിന്നെ ഐട്ടം. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് വണ്ടികൾ കാണാൻ പറ്റും. ആദ്യം ഒരു സ്കോഡ ഫാബിയ, ഡേസിയ ഡസ്റ്റർ, പിന്നെ സിട്രൻ്റെ ഒരു മോഡൽ C3 ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, C3. പിന്നെ നിസാൻ കാഷുക്കായ്. ഈ റോഡിൻ്റെ സൈഡിലാണെങ്കിലും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ആയിട്ട് എല്ലാം നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ഐഡിയ കൂടി കിട്ടി. ഫോർഡ് നിസാൻ്റെ ടൊയോട്ടയുടെ ഐഗോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ആ റെഡ് വരുന്നത്. ബാക്കിൽ BMW ഉണ്ട്.
ചില വണ്ടികളുടെ ഒന്നും പേരറിയില്ല, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതൊരു ക്ലബ്മാൻ, മിനിയുടെ ക്ലബ്മാൻ പോയി. ഇനി നിങ്ങൾക്കറിയുന്ന മോഡലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു മൈക്ര പോയി, ഒരു BMW ഉണ്ട്, ഒരു ഫോർഡിൻ്റെ ഡീസ്റ്റാന്ന് തോന്നുന്നു, ഒരു ജാസ് പോകുന്നുണ്ട്, കുറച്ച് മുന്നത്തെ ജനറേഷൻ ജാസ്, പിന്നെ ഫോർഡിൻ്റെ ഒരു വാൻ, പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി പോലത്തെ സാധനം പോകുന്നുണ്ടല്ലോ, അതൊരു ഇലക്ട്രിക് ആയിരുന്നു. കിയയുടെ പേരെനിക്കറിയില്ല. അപ്പോൾ അതാ റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പോണ ഒരു CHR കൊറോള, ഒരു കൂപ്പൻ പോയി BMW. അപ്പോൾ മെയിനായിട്ട് ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, അല്ലെങ്കിൽ മഴയും ഇതൊക്കെ ആയിട്ട് ആകെ അലമ്പാവും. ഇന്ന് ഏതായാലും അങ്ങനെയൊന്നുമില്ല. ആ പോണൊരു പ്രാവ് പോയി, കുഴപ്പമില്ല, നടക്കാനൊക്കെ പറ്റിയൊരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സൺസെറ്റ് കുറച്ച് നേരം വൈകിട്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം 5:30 എന്നിട്ടും അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സൈഡിലാണെങ്കിലും കുറേ മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. ടയർഡായിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാം. അത്യാവശ്യം ട്രാഫിക് കാണാൻ സിഗ്നലൊക്കെ ഉള്ള കാരണം വണ്ടികൾ അത്യാവശ്യം വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വണ്ടികൾ സ്പോട്ട് ചെയ്യാം. അതാ പോണൊരു പഴയ മോഡൽ ജീപ്പ് ഡിഫൻഡറാ തോന്നുന്നുണ്ട്, കേട്ടില്ലേ, റെഡ്. അപ്പോൾ ഒരു എക്കോ സ്പോട്ട് വരുന്നുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അതേപോലത്തെ സെയിം കളർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ബാക്കിൽ ടയറില്ലാത്ത ടൈപ്പ് എക്കോ സ്പോട്ടാണ് പോയത്. ലോഡി A3 പോയി. അപ്പുറത്താണെങ്കിൽ പോളോ എലൈറ്റ് i20 നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ, അതിൻ്റെ പിന്നിലായിട്ടൊരു സിട്രൺ C3 എയർ ക്രോസ്, ആ വൈറ്റ് നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ പോണത്. പിന്നെ ഇവിടുന്നും വണ്ടികൾ വന്നു തുടങ്ങി. സ്കോഡയുടെ ഒരു മോഡൽ പോകുന്നുണ്ട്, പിന്നെ GLA പോയി, പിന്നെ കൊറോള. ഇത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ടാക്സിക്ക് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. പിന്നെ റെനോയുടെ ക്ലിയോ എന്ന് പറഞ്ഞൊരു മോഡലാണ് പോകുന്നത്. അതിൻ്റെ തന്നെ ഇലക്ട്രിക് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ വെച്ച് പിടിക്കുന്നത് പഴയ മോഡലിൽ മൈക്രയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാനായിട്ടുള്ളത്. അതാ പോകുന്നത്. പിന്നെ കാഷ്കൈ പോകുന്നുണ്ട്, നിസാൻ്റെ പുതിയ ജനറേഷൻ കാഷ്കൈ, കൊറോള, പിന്നെ മെഴ്സിഡീസിൻ്റെ ഒരു വാൻ. കിയയുടെ ഏറ്റവും പുതിയ സ്പോട്ടേജാണ് കണ്ടല്ലേ, നല്ല ലുക്കുള്ളൊരു മോഡൽ. പിന്നെ ഫോർഡ് അതേതാണ്ട് GST തോന്നുന്നുണ്ട്, പഴയ മോഡൽ. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വരുന്നതാണ് CHR, ടയോട്ടയുടെ CHR ബ്ലാക്ക്, കണ്ടില്ലേ, എന്താ ലുക്കില്ലേ. എനിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട വണ്ടികളിൽ ഒരെണ്ണമാണ് CHR. അതേ പോണു CHR കണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സൈക്കിള് പോയത് കണ്ടില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോർഷൻ ഉള്ളതിൽ ഇത് സൈക്കിളിന് പോകാനുള്ള ട്രാക്കാണ്, ഇത് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇങ്ങനൊരു വര ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. അങ്ങനെ ഈ ഡിവിഷൻ വെച്ചിരിക്കുന്നത് ഇതാ. അപ്പോൾ അവിടെ ഒരു ചങ്ങായി ചെറിയൊരു സൈക്കിളായിട്ടൊക്കെ ഉണ്ട്, മൂപ്പര് ഇത് കൂടെ പോവുള്ളൂ. പിന്നെ അവിടെ ടെസ്റ്റില അതാ പോണൊരു ബസ്, പിന്നെ ഒരു BMW ഇടിച്ച് കയറി പോകുന്നുണ്ട്, ഒരു പോളോ
3 ഡോർ പോയി. നിസാൻ്റെ ജൂക്കാണ് പോകണം, പുതിയ മോഡൽ ജൂക്ക്. CHR ഇതാ ഇഷ്ടംപോലെ CHR ഉണ്ട്. ഇതാ പോണ ഒരു കൺട്രിമാൻ, സിട്രൺ C3. അങ്ങനെ വണ്ടികൾ ഇഷ്ടം പോലെ അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പ്രാവ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ അപ്പുറത്ത് കൂടെ വരുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ താഴത്ത് കൂടെ റോഡിൻ്റെ അപ്പുറം കയറാം. ഇനി അവിടെ എത്തിയിട്ടുള്ള വണ്ടികളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ല സൈക്കിളിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇത് സൈക്കിളിന് പോകാനുള്ളതാണ്. ഞാൻ ഒരു സബ്വേയുടെ താഴത്ത് കൂടി അപ്പോൾ സൈക്കിൾ ഡെലിവറി ചെയ്യുന്ന ഒരു സൈക്കിൾ ചങ്ങായാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ക്വയർ മാതിരിയുണ്ട്. നിസാൻ്റെ ഒരു ജൂക്ക് മേലെ കൂടെ പോയി. വലിയ കുഴപ്പമില്ല. ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നു. ഇന്നലെ കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല, എന്നാലും മഴ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ആയിട്ട്. അവിടെ വലിയൊരു ബിൽഡിങ് ഉണ്ട്. അത് വീണ്ടും ഒരു ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് വേണം അപ്പുറത്ത് ചെന്ന് കയറാൻ. അവിടെയൊക്കെ ആൾക്കാർ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പരിപാടികളൊക്കെ ഉണ്ട്. ചിലതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും. ഏതായാലും ഇതിൻ്റെ താഴത്തുള്ള കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല. ഇനി ഇതുവഴി പോവാം. നമുക്ക് തൽക്കാലം ഫ്ലൈറ്റ് എടുക്കാം. അപ്പോൾ ഈ വഴി പോവാം. ഞാൻ നല്ല ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ വെഹിക്കിൾ കണ്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഏതായാലും ഇത്തരത്തിൽ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. വെയ്റ്റ്രോസ് ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. വില മീൻസ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കയറിയാൽ അധികമൊന്നും മേടിക്കാറില്ല. കുറച്ച് വില കൂടുതലാണ്. ബാക്കി ഹൽദി ലിഡിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ അല്ലാതെ കയറാറില്ല. മുമ്പ് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ജേഴ്സി ഉണ്ടായിരുന്നില്ലേ വെയ്റ്റ്രോസ്, സ്പോൺസറായിരുന്നു വെയ്റ്റ്രോസ് ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഒരു ഗ്രാൻഡ് ഐറ്റം പോയി. പക്ഷേ ഇവിടെ അത് വെറും ഐറ്റമാണ്. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അത് ഗ്രാൻഡ് ഐറ്റനായി. പിന്നെ ഒരു ഫോർഡ് ഫീസ്റ്റ, ഒരു വാൻ, വോക്സോൾ കോർസ, ആ മോഡൽ ഇവിടെ ഇഷ്ടംപോലെ കാണാം. ആ പോണൊരു പച്ച ഓടി. നമുക്ക് ഈ ആംഗിളിൽ നിന്ന് കുറച്ച് വീഡിയോ പിടിക്കും. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. അതേ പഴയ മോഡലൊരു മിനി പോണ്. നമ്മുടെ മിസ്റ്റർ മീനിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാധനം തോന്നുന്നുണ്ട്. ഇപ്പം നല്ല മഴക്കാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യും. ഒരു ഡിഫൻഡർ പോയി, 5 ഡിഫൻഡർ. അപ്പുറത്ത് അങ്ങനെ വണ്ടികൾ വന്നു തുടങ്ങി. ഒരു ഗ്രാൻഡ് ആയിട്ടാണ് നിയോസ് വരുന്നത്. കമന്റ് ചെയ്തോട്ടാ. കൊറോണ കുഷാണ് സോറി കാര്യമൊക്കെ അപ്പോൾ നേരെ ഒരു പച്ച ബിൽഡിംഗ് കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു വിധം എവിടെ പോയാലും സ്പോട്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങാണ്. ഞങ്ങൾ കുറച്ച് ദൂരത്തൊക്കെ പോയ പച്ച ബിൽഡിങ് നോക്കിയിട്ട് നടന്ന് വരാറ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഹൽദി.
അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് ആൽഡി. ആൽഡിയിലെ സാധനങ്ങൾക്ക് വില കുറവാണ്. വില കുറവ് മാത്രമല്ല, നല്ല സാധനങ്ങളാണ്. പിന്നെന്താ, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ആൽഡി കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ പണിയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഇവിടെ നിന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നല്ല കാറ്റ് വീശുണ്ട്. നടക്കണതിനിടയിൽ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച ഒരു സാധനത്തിനെ മിസ് ചെയ്തു. വേറെ ഒന്നല്ല, അടിപൊളി ജീവകണ്ടകൾ. ആ സൈഡ് നോക്കി നടന്നിട്ട് ഇത് മിസ്സായി. പിന്നെ അതിൻ്റെ അടുത്ത് ഒന്ന് വരാം വിചാരിച്ചു. ജീവകണ്ട അപ്പുറത്തായിട്ട് ഒരു i20 എടുക്കണ്ട, i10 എടുക്കണ്ട. സിട്രോൻ്റെ ഒരു മോഡൽ പോയില്ല, അതിപ്പോൾ ആദ്യമായിട്ട് കാണാം. അതിൻ്റെ പേര് എനിക്കറിയില്ല. ടൊയോട്ടയുടെ യാരിസിൻ്റെ ഹാച്ച് ബാക്ക് അതാ പോകുന്നു. കിയ പിക്കാൻഡോ, ടീറോക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. CB ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് പേരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ CB ആയിട്ട് വന്നതുകൊണ്ട് തന്നെ വില കൂടുതലായിരുന്നു. അല്ലാതെ ആ മോഡൽ വന്നുവെന്ന് വലിയ പിടുത്തല്ല. ഇതാണ് ഇവിടുത്തെ ആൽഡി. ഞങ്ങളൊക്കെ ഏറ്റവും അധികം സാധനങ്ങൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഇവിടെ നിന്നാകുമ്പോൾ വില കുറവല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. ഇവിടുത്തെ പാർക്കിങ്ങിൽ നമുക്ക് ടെസ്റ്റ് എടുക്കാനാണ്. പിന്നെ അതൊരു A-class പാർക്ക് ബോക്സ് ഇലക്ട്രിക് മോഡൽ. അവിടെ കുറച്ച് പിള്ളേർ ശനിയാഴ്ച കട നേരത്തെ അടയ്ക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരു സാധനം കഴിക്കാം. കാണാൻ രീതിയിലാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം. ഇവിടെയൊക്കെ ഇത് പച്ചക്കറി സാധനങ്ങൾ, ഇവിടെ ഫ്രൂട്ട്സ് പരിപാടികൾ. പിന്നെ ഇവിടെ ആണെങ്കിൽ തക്കാളി അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ ചിക്കൻ ഐറ്റംസ്, ഇവിടെ അങ്ങനെയുള്ളതെല്ലാതും. ഈ ഒരു സെക്ഷൻ മൊത്തം ചിക്കൻ അങ്ങനത്തതാണ്. ഇവിടെ മറ്റേ പിസ്സ അങ്ങനെയുള്ളത്. ഇവിടെ ആകുമ്പോൾ യോഗട്ട്, തൈര് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് മൊത്തം പാലിൻ്റെ ഏരിയ. ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. അതൊക്കെ മറ്റേ പ്രോസന്ന സാധനങ്ങൾ, ഐസ്ക്രീം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് പഞ്ചസാര പൊടികൾ. ഇവിടെ ജാമ്, നട്ട്സ് അങ്ങനത്തെ. ഇവിടെ മറ്റേ സെറിയൽസ് അങ്ങനത്തെ പരിപാടികൾ. ഇവിടെ റൈറ്റ് സൈഡിൽ ബ്രെഡ്, ടോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ. നല്ല
തിരക്കുണ്ട്. പോളോ C4 പിന്നെ വോക്സ് വാഗൻ്റെ ഒരു വാൻ കിടക്കുന്നുണ്ട്. കാറ്റ് ഭയങ്കരമായിട്ട് വീശുണ്ട്. നടക്കാൻ പറ്റാണ്ടായി, മാതിരി കാറ്റാണ് വീശിയിരുന്നത്. പറഞ്ഞത് വല്ലതും കേട്ടാണോ? എന്തായാലും സൗണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോണിൽ വണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് BMW X5 ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. 5 തന്നെ. റെനോ ക്ലിയോ 3 ഡോറാണെന്ന് നമ്മൾ ആദ്യം വിചാരിക്കും. അത് 3 ഡോറല്ല, 5 ഡോറാണ്. അതിന് ബാക്കിൽ ഹൈഡ് ചെയ്ത് വെച്ച പോലെയാണ് അതിൻ്റെ ഹാൻഡിലുള്ളത്. ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനും ഉണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.